ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചട്ടമ്പി സ്വാമികൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് മെൻഷൻ ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗം എടുത്തപ്പോഴാണ്. അതിൽ തൈക്കാടയെ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമിയാണെന്നും 1883 ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അപ്പം നമ്മൾ ചട്ടമ്പി സ്വാമികളിലേക്ക് വരികയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളെ സർവ്വവിദ്യാധിരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹവും ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ഒരു സമകാലീനായിരുന്നു, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സമകാലീനായിരുന്നു. 1853 ഓഗസ്റ്റ് 25, മലയാള വർഷം 2029, ചിങ്ങം 11 അതാണ് ജനിക്കുന്നത്. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 ഇദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്തെ കണ്ണമ്മൂല കൊല്ലൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. പിതാവിൻ്റെ പേര് വാസുദേവ ശർമ്മ, മാതാവിൻ്റെ പേര് നങ്ങമ്മ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ കൊല്ലൂരിൽ ഉള്ളൂർക്കോട് വീട്ടിൽ വാസുദേവ ശർമ്മയുടെയും നങ്ങമ്മയുടെയും മകനായി 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. 1924 മെയ് 5 ഇദ്ദേഹം സമാധിയാവുന്നത്. അപ്പം 1853 ജനനം, 1924 സമാധിയാകുന്നു. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു എന്ന് പറയുന്നത് പേട്ടയിൽ രാമപിള്ള ആശാനാണ്. ആദ്യകാല ഗുരു. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് കൊല്ലൂർ കൃഷ്ണപിള്ളയുടെ കീഴിലായിരുന്നു. അപ്പം ആദ്യകാല ഗുരു പേട്ടയിൽ രാമപിള്ള ആശാൻ, കൊല്ലൂർ കൃഷ്ണപിള്ളയുടെ കീഴിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. രാമപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായും അവരെ നിയന്ത്രിക്കുന്നതിനായും കുഞ്ഞൻ പിള്ളയെ മോണിറ്റർ അഥവാ ചട്ടമ്പിയായി നിയോഗിച്ചു. അങ്ങനെയാണ് ചട്ടമ്പി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ പേട്ടയിൽ രാമപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളിലെ ക്ലാസ് ലീഡറായി, മോണിറ്ററായി. അപ്പോൾ മോണിറ്ററെ അത് മലയാളത്തിൽ വിളിച്ചിരുന്ന മറ്റൊരു നാമമാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. വേദ ഉപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലുമൊക്കെ ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്ന് പറയുന്നത് സുബ്ബജടാപാഠികൾ. അപ്പോൾ പേട്ടയിൽ രാമപിള്ള ആശാൻ ആദ്യകാല ഗുരു, കൊല്ലൂർ കൃഷ്ണപിള്ളയുടെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം, വേദോപനിഷത്തുകളും സംസ്കൃതവും യോഗവിദ്യയൊക്കെ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തത് സുബ്ബജടാപാഠികൾ. ഈ സുബ്ബജടാപാഠികളാണ് ചട്ടമ്പി സ്വാമികളെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിനായി പ്രേരിപ്പിച്ചത്. അപ്പോൾ വേദോപനിഷത്തുകളും സംസ്കൃതവും യോഗവിദ്യയും ഒക്കെ പഠിപ്പിച്ച സുബ്ബജടാപാഠികളാണ് ഇദ്ദേഹത്തെ സന്യാസവൃത്തി സ്വീകരിക്കുന്നതിനായി പ്രേരിപ്പിച്ചത്. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലുമൊക്കെ ചട്ടമ്പി സ്വാമിയുടെ ഗുരു സ്വാമിനാഥ ദേശികരായിരുന്നു. അപ്പോൾ തമിഴ് വ്യാകരണം, തമിഴ് വേദാന്ത ശാസ്ത്രം ഇതൊക്കെ ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്തത് സ്വാമിനാഥ ദേശികരാണ്. അപ്പം ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ചട്ടമ്പി സ്വാമികൾക്ക്. മറ്റ് ഗുരുക്കന്മാർ പറയുകയാണെങ്കിൽ തൈക്കാട് അയ്യ സ്വാമികൾ, കൃഷ്ണപിള്ള, പേട്ടയിൽ രാമപിള്ള ആശാൻ, സുബ്ബജടാപാഠി. അപ്പോൾ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ തൈക്കാട് അയ്യ സ്വാമി പറയാൻ, കൃഷ്ണപിള്ള ആരാണ് പ്രാഥമിക വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത ആൾ. പേട്ടയിൽ രാമപിള്ള ആശാൻ ആദ്യകാല ഗുരുവായിരുന്നു. സുബ്ബജടാപാഠികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗവിദ്യയും വേദോപനിഷത്തും സംസ്കൃതവും ഒപ്പം സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഒക്കെ ചെയ്തത് സുബ്ബജടാപാഠികളായിരുന്നു. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ചത് വടിവീശ്വരം, തമിഴ്നാട്ടിലെ വടിവീശ്വരം. ഈ ബോധോദയത്തെക്കുറിച്ച് നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുവിന് എവിടെ നിന്നായിരുന്നു ബോധോദയം ലഭിച്ചത്? നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? നമ്മുടെ എനിക്ക് തോന്നുന്നു അഗസ്ത്യമലയാണോ? ഒരു സെക്കൻഡ്. അഗസ്ത്യമലയല്ല, പിള്ളത്തടം ഗുഹ, മരുതിമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ജ്ഞാനോദയം ശ്രീനാരായണ ഗുരുവിന് ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് ബോധം ലഭിച്ചത് തമിഴ്നാട്ടിലെ വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ് ബോധം ലഭിച്ചത്. സന്യാസം സ്വീകരിച്ച ശേഷം ചട്ടമ്പി സ്വാമികളുടെ പേര് ഷൺമുഖദാസൻ. അപ്പോൾ ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇതൊക്കെ സന്യാസം സ്വീകരിച്ചതിന് ശേഷമുള്ള ഒരു പേരാണ്. അതങ്ങനെ വിളിക്കാൻ കാരണം ഷൺമുഖ ഭഗവാൻ, അതായത് ആരാണ്? മുരുകൻ. ആ മുരുകൻ്റെ തീവ്ര ഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ ഇദ്ദേഹം എതിർത്തിരുന്നു. അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനത്തെ എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹം എതിർത്തിരുന്നു. സസ്യഭക്ഷണത്തിൻ്റെ
പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകനും ഇദ്ദേഹമായിരുന്നു. അപ്പോൾ സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും ഒക്കെ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളായിരുന്നു. ഇനി മറ്റു കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ. അപ്പോൾ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് ഇദ്ദേഹം പറഞ്ഞത്. അപ്പം ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങളല്ല സ്ഥാപിക്കേണ്ടത്, പകരം എന്ത് ചെയ്യണം? ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെയൊക്കെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അനുകമ്പയായ മധുരം കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണ് അനുകമ്പയായ മധുരം കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ കണ്ണുമൂലയാണെങ്കിലും സമാധി സ്ഥലം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചവറയ്ക്കടുത്തുള്ള പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിതൊരു ക്ഷേത്രമുണ്ട്, അതാണ് ബാലഭട്ടാരക ക്ഷേത്രം. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം പന്മനയാണ്. ഇതിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്ന് പറഞ്ഞ് അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് വേദാധികാര നിരൂപണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അതെന്താ പറയുന്നത്? വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, പകരം അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് ഇതിൽ സമർത്ഥിക്കുന്നുണ്ട്. തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഈ വേദാധികാര നിരൂപണത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് വിവേകാനന്ദൻ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഇനി ചട്ടമ്പി സ്വാമികളുടെ മറ്റ് വിശേഷണങ്ങളാണ്. സർവ്വവിദ്യാധിരാജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാലഭട്ടാരകൻ പറഞ്ഞല്ലോ. പന്മനയിൽ സമാധി സ്ഥലത്തിനോടനുബന്ധിച്ച് ശിഷ്യന്മാരുണ്ടാക്കിയ ക്ഷേത്രമാണ്. അപ്പോൾ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. കാവി ധരിക്കാത്ത സന്യാസിയാണ്. കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസിയാണ്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസിയാണ്. അപ്പം ഇതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ. ഇനി പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്നൊരു പുരാവൃത്തം ഉണ്ടായിരുന്നു പണ്ട്. അതിനെ എതിർക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയുണ്ട്. അപ്പോൾ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഇതാണ് ഏറ്റവും വലിയ കൃതി. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോക്ഷപ്രദീപം എന്ന് പറയുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു കൃതി ഉണ്ടായിരുന്നല്ലോ, മോക്ഷപ്രദീപം. അതിനെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ചതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, അപ്പം മോക്ഷപ്രദീപം എഴുതിയവരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയത് എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. അപ്പം ക്രിസ്തുമതത്തിലേക്കുള്ള ഹിന്ദുക്കളുടെ മതപരിവർത്തനത്തെ എതിർത്തിരുന്ന ആളാണ് ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെയും ഒക്കെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തെ കൃതിയിലൂടെ. ക്രിസ്തുമത ചേതനത്തിലൂടെ വിമർശിച്ചിരുന്നു. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമി കൃതി. അപ്പോൾ തമിഴ് പണ്ഡിതനാണെന്ന് പറഞ്ഞില്ലേ, അപ്പം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യത്തെ ഭാഷ തമിഴാണെന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞിരിക്കുന്ന ഒരു കൃതിയുണ്ട്, അതാണ് ആദിഭാഷ. ഓക്കെ, ഈ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം പറഞ്ഞു ഓഗസ്റ്റ് 25 എന്ന് പറഞ്ഞില്ലേ, 1853 ഓഗസ്റ്റ് 25 ഇത് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പറയാം. ആദിഭാഷ ഏതാണ് പറഞ്ഞത്? തമിഴ് ആണ് ഏറ്റവും ആദ്യം ഉണ്ടായതെന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന കൃതി ആദിഭാഷ. ക്രിസ്തുമതസാരം, നിജാനന്ദ വിലാസം, ശ്രീചക്ര പൂജാകൽപ്പം, അദ്വൈത പഞ്ചരം, പുനർജന്മ നിരൂപണം, തർക്കരഹസ്യരത്നം, അദ്വൈത ചിന്താ പദ്ധതി ഓർത്തു വയ്ക്കണം. ജീവകാരുണ്യ നിരൂപണം വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം. സർവമത സമാരസ്യം, ബ്രഹ്മതത്വ നിർഭാസം, തമിഴകവും ദ്രാവിഡ മഹാത്മ്യവും,
കേരളത്തിലെ ദേശനാമങ്ങൾ ഇതൊക്കെയാണ് ചട്ടമ്പി സ്വാമികൾ എഴുതിയത്. അപ്പോൾ തമിഴകവും ദ്രാവിഡ മഹാത്മ്യവും കേരളത്തിലെ ദേശനാമങ്ങൾ ഇതൊക്കെ എഴുതിയത് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഇനി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഞാൻ നേരത്തെ 1983 പറഞ്ഞത്, പക്ഷേ 82. അത് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത്. ഈ ചട്ടമ്പി സ്വാമികളെയും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം, ഇത് നമ്മൾ പുതിയൊരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. അപ്പോൾ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. ഇനി സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികളുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ച വർഷം 1892 ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും കണ്ടുമുട്ടിയത്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ച വർഷം 1892. ഇതിനു വേണ്ടി കേരളത്തിൽ സന്ദർശനത്തിന് വേണ്ടിയിട്ട് സ്വാമി വിവേകാനന്ദനെ ക്ഷണിച്ച വ്യക്തി ഡോക്ടർ പൽപ്പു ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പൽപ്പുവാണ് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും എവിടെ എത്തി? എറണാകുളത്ത് എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് തിരിച്ചു പറഞ്ഞു. എന്താണ്? അദ്ദേഹം വിവേകാനന്ദനെ കുറിച്ച് പറയുന്നതാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അതായത് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലിടയ്ക്കുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ചട്ടമ്പി സ്വാമികൾ ചിന്മുദ്രയെക്കുറിച്ച് വിവേകാനന്ദന് വിശദീകരിച്ച് കൊടുത്തത്. ഓക്കെ, ഇനി അവസാനത്തെ ഭാഗം കൂടെ പറയാം. ചട്ടമ്പി സ്വാമികളുടെ സമാധി ആ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചൊരു കവിതയുണ്ട്. അതാണ് സമാധി സപ്തകം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്തകം. കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. അപ്പോൾ കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ഇദ്ദേഹത്തെക്കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. മാറിപ്പോകരുത്. അപ്പോൾ ടോണി മാത്യു രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും, കെ മഹേശ്വരൻ നായർ രചിച്ചത് ജീവിതവും കൃതികളുമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പഠിക്കാം. ബോധേശ്വരൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, വെളുത്തേരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. അപ്പം ഓർത്തിരിക്കുക: ബോധേശ്വരൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. ഇവരെല്ലാമാണ് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ. ഇനി ബോധേശ്വരനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ ചട്ടമ്പി സ്വാമി ശിഷ്യനായ ബോധേശ്വരനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമാണ്: ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം, കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഗാനമാണ് ഈ ഒരു ഗാനം. അപ്പോൾ ഈ കേരള ഗാനത്തിൻ്റെ കർത്താവ് ബോധേശ്വരനാണ്. ഇതിനെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായിട്ടാണ് 2014 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചാരാണ്? ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായ ബോധേശ്വരനാണ്. അപ്പോൾ ഇത്രയുമാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.